ഗൈസ്, ഇപ്പൊ നിങ്ങൾ വലിയ വലിയ യൂട്യൂബേഴ്സിന്റെ അക്കൗണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ആർക്ക് നല്ല രീതിക്ക് ലെവൽ ഉണ്ടാവും. അതായത് 80 ലെവലും 90 ലെവലും 100 ലെവലുള്ള പ്ലേയേഴ്സ് വരെ നമ്മുടെ ഫ്രീ ഫയറിനകത്തുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ 60 ലെവലും 50 ലെവലൊക്കെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുമായിരിക്കും. ചിലപ്പോൾ അതിന് താഴെയുള്ളവരുണ്ടാവും. എന്തിനീ വീഡിയോ ചെയ്യുന്ന എന്റെ ലെവലിൽ പോലും 57 സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ആട്ടം മുമ്പോട്ട് പോകുന്ന പോലുമില്ല. അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിക്ക് ലെവലൊക്കെ പുഷ് ചെയ്യാൻ പറ്റുന്ന കിട്ടുന്ന പോലത്തെ കുറച്ച് ട്രിക്സ് ആണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ നോക്കുക. അപ്പൊ എങ്ങനെയാണ് പെട്ടെന്ന് ലെവൽ കൂട്ടാൻ പറ്റുന്നതെന്നുള്ള നമുക്ക് നോക്കാം. ഇപ്പൊ തന്നെ എല്ലാവരും ഈ ഒരു വീഡിയോ ലൈക്ക് അടിച്ച് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് തന്നെ വീഡിയോയിലേക്ക് പോവാം. നിങ്ങളുടെ അക്കൗണ്ടിലെ ലെവൽ നിങ്ങൾ കൂട്ടാണെങ്കിൽ നിങ്ങൾ കളിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന EXP നിങ്ങൾ ഇൻക്രീസ് ചെയ്യണം ഫസ്റ്റ് തന്നെ. അപ്പൊ നിങ്ങൾക്ക് അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ സ്റ്റോറിലൊക്കെ പോയി കഴിഞ്ഞാൽ EXP കാർഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ആ ഒരു EXP കാർഡ് നിങ്ങൾ വാങ്ങാം. നിങ്ങൾക്ക് ബഡി ടോക്കൺ കൊടുത്തുകൊണ്ട് അത് വാങ്ങാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് റാങ്ക് ടോക്കൺ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടും ആ ഒരു സാധനം വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പൊ EXP കാർഡ് എന്ന് പറയുമ്പോൾ 50% EXP കാർഡും ഉണ്ട്, അതുപോലെ 100% EXP കാർഡും ഉണ്ട്. നിങ്ങൾക്ക് സ്റ്റോറിനും അതുപോലെ റാങ്ക് ടോക്കൺ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴും കിട്ടുന്നത് 50% EXP കാർഡായിരിക്കും. അപ്പൊ 100% EXP കാർഡ് നിങ്ങൾ കിട്ടണമെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ എയർ ഡ്രോപ്പ് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ബൂയ പാസ് പർച്ചേസ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇത് രണ്ട് പെയ്ഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും എടുക്കാൻ പറ്റണമെന്നില്ല. അങ്ങനെയുള്ള ഒരു സ്റ്റോറിൽ 50% EXP കാർഡ് വെച്ച് കളിക്കുക. അപ്പൊ EXP കാർഡ് എടുത്തതിന് ശേഷം ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ ലെവലൊന്നും കയറത്തില്ല. അപ്പൊ ലെവൽ കയറണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കളിക്കണം. അപ്പൊ ഏറ്റവും കൂടുതൽ EXP കിട്ടുന്ന ഒരു ഗെയിം മോഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ BR റാങ്ക്ഡ് ആണ്. അപ്പൊ BR റാങ്ക്ഡ് ചുമ്മാ കളിച്ചാൽ പോരാ, നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിക്ക് EXP കിട്ടത്തുള്ളൂ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ BR കളിച്ചാലും CS കളിച്ചാലും ലോൺ വുൾഫ് കളിച്ചാലും നമ്മൾ കില്ലെടുക്കുന്നതിനനുസരിച്ചല്ല, നമ്മൾ എത്ര നേരം സർവൈവ് ചെയ്തു അല്ലെങ്കിൽ ആ ഒരു ഗെയിം കളിച്ചു എന്നുള്ളതിനനുസരിച്ചാണ് നമുക്ക് EXP കിട്ടുന്നത്. അപ്പൊ BR റാങ്ക്ഡ് കളിക്കുന്ന സമയത്ത് നിങ്ങൾ കില്ലെടുക്കുന്നതിന് പകരം സർവൈവ് ചെയ്യാനായിട്ട് നോക്കുക. പറ്റുവാണെങ്കിൽ നിങ്ങൾ ഒരു ടോപ്പ് 10 വരെയെങ്കിലും സർവൈവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് EXP കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. അപ്പൊ BR റാങ്ക്ഡ് കളിക്കുന്ന ടൈമിൽ നിങ്ങൾ സോണിന്റെ കൂടെ കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അങ്ങനെ എനിമീസിന്റെ മുമ്പിലൊന്നും നിങ്ങൾ പോയി പിളക്കില്ല. അപ്പൊ ഇത്രയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാച്ച് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ നല്ല രീതിക്ക് EXP കിട്ടിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ EXP കാർഡ് കൂടി യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതിന് 50% അല്ലെങ്കിൽ 100% നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇത്രയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് നല്ല രീതിക്ക് ലെവൽ പുഷ് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്ന ടൈമിൽ നിങ്ങളുടെ ലെവൽ എത്രയാണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ച് വെച്ചേക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനായിട്ട് നോക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രീ ഫയർ കളിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.